അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നേരത്തെ കുറേ സ്കാമുകളും കാര്യങ്ങളൊക്കെ എല്ലാം വന്നില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് തുടങ്ങണം. ഇതൊരു പുനർജന്മമാണ് OVOCയുടെ ഒരു റീബർത്ത്. നമുക്ക് നമ്മൾ കുറേ നാൾ ഈ താഴ്ത്താൻ കുറച്ച് പേര് നോക്കിയതായാലും കുറേ പേര് നമ്മളെ പുട്ട് ഡൗൺ ചെയ്യുന്നതായാലും അവർക്ക് മുമ്പിലൊക്കെ നമ്മൾ ഒരു വലുതായിട്ട് നമ്മൾ ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു വാശിപ്പുറത്ത് നമ്മൾ ഇതങ്ങ് രണ്ടും കൽപ്പിച്ച് അങ്ങ് ചെയ്തതാണ്. എന്താണെന്ന് അറിയത്തില്ല. മറ്റേ നമ്മുടെ ഈ പുതിയ സിനിമയ്ക്ക് ഇറങ്ങാൻ നേരം നമ്മൾ കാത്തിരിക്കത്തില്ല അതിൻ്റെ വേർഡിക്റ്റ് എന്താണെന്ന്. അങ്ങനെ ഉള്ള ഒരു ടെൻഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ലപോലെ ഒന്ന് ശരിയാവണം ഒന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, എല്ലാം വലുതായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ദിയ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ബോർഡ് അശ്വിനാണെന്ന് നമുക്കറിയാം. അല്ല, എല്ലാം പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക, എല്ലാം പുള്ളിക്കാരിയാണ് എല്ലാം. മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫ്ലെക്സ് വരെ ഞാനൊന്ന് അടിച്ചായിരുന്നു. ഇതാണ് എനിക്ക് ഇത് ഞാൻ ചെയ്തതാണ്, ദിയ പറഞ്ഞതല്ല. അതായത് ഞാൻ വീഴുവേൻ ഇൻ്റർനെറ്റ് എന്ന് പറയത്തില്ലേ, ആരൊക്കെ നമ്മൾ തോക്കും എന്ന് വിചാരിക്കുന്നു അത് അവർക്കൊക്കെ ഒരു ഉത്തരം പോലെയാണ് സത്യം പറഞ്ഞാൽ ഇതങ്ങ് വന്നിരിക്കുന്നത്. സോ എപ്പോഴും നേരത്തെ KKG പറഞ്ഞ പോലെ സത്യം തന്നെ ജയിക്കും. ആർക്കും നമ്മളെ അടിച്ച് താഴ്ത്താൻ പറ്റത്തില്ല നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ. സോ ഇത് നമ്മുടെ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഹാർഡ് വർക്കാണ്. മോസി പ്രഗ്നൻ്റൊക്കെ ആവുന്ന നേരത്തും എല്ലാം കഷ്ടപ്പെട്ട് അപ്പം തൊട്ട് വർക്ക് ആക്ച്വലി തുടങ്ങിയതാണ്. ഇന്ന് അതിൻ്റെ ഒരു ബിഗ് ഡേ ആണ്. സോ ഞാൻ വിചാരിക്കുന്നു എല്ലാം നല്ലപോലെ നടക്കുന്നു. സോ താങ്ക് യു എല്ലാവരും. അശ്വിനെ ഇത്രയും പവർഫുള്ളായിട്ടും ബോൾഡായിട്ട് സംസാരിച്ച് കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. എന്താ ഇതിൻ്റെ പിന്നിൽ? അല്ല, ഇത് കുറച്ചുകൂടെ എനിക്കൊരു എമോഷണലി ഒരു അറ്റാച്ച്ഡ് ആണ് ഞാനിപ്പം ഇതിൽ. ബിക്കോസ് എനിക്ക് എന്തായാലും ഇത് ജയിക്കണം എന്നുള്ള ഒരു ഇത് എന്നാലും ജയിച്ചാൽ പറ്റത്തുള്ളൂ. അതിപ്പം എനിക്ക് പേഴ്സണലി ഒന്നും നേടാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ വ്യക്തിക്ക് വേണ്ടി എനിക്ക് എന്തായാലും ദിയ കൃഷ്ണ എന്നുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി എന്തായാലും ജയിച്ചേ പറ്റത്തുള്ളൂ. പുള്ളിക്കാരിയുടെ ഒരു എല്ലാം ഫേസ് ചെയ്തതിൻ്റെ ഒരു ഇതിലെ ഒരു മറുപടി പോലെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ആ കേസ് നമ്മൾ ജയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് ക്ലോഷർ ആക്ച്വലി കിട്ടും. അതുമാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീബർത്ത് ഓഫ് OVOC. സോ താങ്ക് യു നിങ്ങളെല്ലാവരും വന്നതിന് നന്ദി. ശരി, താങ്ക് യു. നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ബ്രോ, നെക്സ്റ്റ് പ്ലാൻ എന്താണ്? അടുത്ത പ്ലാനാ ഫുഡ് കഴിക്കണം. അല്ല, ഫ്യൂച്ചർ പ്ലാൻ കാണുമല്ലോ. ഇപ്പോൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് അടുത്തെന്താണ് ഒരു ഡ്രീം ആയിട്ടുള്ള? അടുത്തെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് പോകണം. ഇനി അടുത്ത ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി അടുത്ത വേറെ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇന്റർനാഷണൽ ആവണം. ബിസിനസ് ഇതാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? എനിക്ക് വേറൊരു പ്ലാൻ ഇല്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞത് പുള്ളിക്കാരുടെയാണ്, എൻ്റെത് വേറെയാണ്. ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. ബിസിനസ് മൈൻഡ് എങ്ങനെയാ ഭർത്താവെന്നുള്ള രീതിയിൽ നോക്കി കാണുന്നത്? അത് അപാരം. അത് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡിനെ കാട്ടി ഞാൻ ദിയ കൃഷ്ണയുടെ ഫാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഞാൻ കട്ട ഫാനാണ്. ബിക്കോസ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് ലെവലിലാണ് പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ഇതാർക്കും അത് നമ്മുടെ ഇത്രയും എമൗണ്ട് ആക്ച്വലി നിങ്ങൾ സ്കാം എന്ന് പറഞ്ഞില്ലേ, ഒരാളുടെ ജീവിതം വേണമെങ്കിൽ തകർന്നു പോകാം. നമ്മളിപ്പോൾ ഒരു 50% ഓഫ് ആൾക്കാർക്ക് ആ ഒരു സ്കാം പറ്റുമെങ്കിൽ ചിലവർ വേറെ രീതിയിൽ ആക്ച്വലി നമ്മൾ തീരുമാനിക്കും, വേറെ ഒരു നെഗറ്റീവ് രീതിയിൽ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. അതായത് നിങ്ങളുടെ ഈ എന്താ പറയുക, വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ് ആക്ച്വലി. സോ നമ്മൾ ജയിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കണം. മേലെ എടുക്കണം, കീഴെ പോകാം, കീഴെ എടുക്കണം, മേലെ പോകാം, അത്രേ ഉള്ളൂ. അത് അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ജീവിതത്തിൽ കാണുന്നു. സോ ഇത് നമ്മൾ നേരത്തെ ഇച്ചിരി ഡൗൺ ആയിരുന്നു, ഇപ്പം നമ്മൾ വരുന്നില്ലേ, നാളെ നമുക്ക് എന്ത് വേണോ പറ്റാം. മേലെ പോറതാനെ വഴക്ക്. ഈ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ വൈഫിനെ കണ്ടുമുത്തോട്ട് നിങ്ങൾ പ്രണയവിവാഹമായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ആദ്യം കണ്ട ഒരു നിമിഷം എന്തായിരുന്നു? കാരണം നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ വളർച്ചയെ പറ്റി അറിയാം. ഇപ്പോൾ വളർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് അത്ര സപ്പോർട്ട് ചെയ്ത് താങ്കളായിരുന്നല്ലോ. അപ്പം നിന്നല്ലേ പറ്റത്തുള്ളൂ. അതെ, നമ്മള് ഞാൻ ചുമ്മാ നിന്നേ ഉള്ളൂ. പുള്ളിക്കാരിയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് നമുക്ക് ദിയാകൃഷ്ണൻ കൊടുക്കണ ഞാൻ നിന്നതിന് പേരിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എത്രയും നല്ലത് വന്നല്ലോ, നല്ല രീതിയിൽ പിടിച്ചങ്ങ് നിന്നല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മീഡിയ എല്ലാം നിങ്ങളൊക്കെ
ഇത്രയും നേരം വന്നില്ലേ? അതെ അതെ ഇതെന്തായാലും നിങ്ങൾ ഓരോരോ ചാനൽ ഇടുമ്പോൾ ഒരു 10 പേരെങ്കിലും കാണത്തില്ലേ? അപ്പോൾ നമുക്കൊരു ഫ്രീ അഡ്വർടൈസ്മെന്റ് അല്ലേ? അപ്പോൾ നിങ്ങളൊരു പാർട്ണറുണ്ട്, നിങ്ങളും കൂടെ നിന്നതിന് നന്ദി. ഇപ്പോഴത്തെ ഓസിയുടെ പുതിയൊരു സംരംഭത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർ ഷോപ്പ് ഇല്ലായിരുന്നു. ഇതൊരു പക്ക പ്രോപ്പർ ഡിസൈനർ ഷോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇറ്റ്സ് ബിഗ് ലെവൽ. അതായത് നമ്മൾ ഈ ഒരു ഷോപ്പ് ഒരു പ്രോപ്പർ ലെവൽ ഓഫ് നമ്മൾ ആണ് നോക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം പീസസും ഉണ്ട്, എല്ലാം സെക്ഷൻസും ഉണ്ട്. സോ ഇറ്റ്സ് എ പ്രോപ്പർ ഷോപ്പ്. നേരത്തെ ചെറുതായിരുന്നു, ട്രെയിലർ എന്ന് പറയത്തില്ലേ? ഇത് നേരത്തെ ടീസർ എന്ന് പറയും, ഇത് വേണമെങ്കിൽ ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇനി ഉയരണ്ടേ, അതാണ്. അപ്പം അതിന് വെച്ച് ഫുൾ സ്റ്റോപ്പില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നല്ലത് നടക്കും. നിങ്ങളിപ്പോൾ കൊച്ചിയിലേക്കൊക്കെ അല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റാൻ താല്പര്യം അങ്ങനെ ഇതുവരെ അത് എവിടെ മാറ്റണമെന്ന് താല്പര്യമില്ല. പക്ഷെ മാറ്റണമെന്നില്ല, ഒന്ന് ആഡ് ഓൺ ചെയ്യണം എന്നുള്ളതല്ലേ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മുടെ പോലെ ഒന്ന് പോകണം. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പുള്ളിക്കാരുടെ തീരുമാനം എന്താണ്, എൻ്റെ മുതലാളിയെ എന്താണെന്ന് പറയണോ അതുപോലെ തന്നെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സെയിലൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യക്ക് പുറത്തൊക്കെ ഉണ്ടോ അതോ? ഇല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. മലയാളികളല്ലേ നമ്മളെ അല്ലെങ്കിൽ അവരൊക്കെ വളർത്തിയതൊക്കെ മെജോറിറ്റിയോ ഇവിടെ കേരള തന്നെയാണ്. ഈ നിങ്ങളുടെ സ്നേഹത്തിനിടയിലായാലും യൂട്യൂബിൽ കോണ്ടന്റ് ഇടുന്ന സമയത്തായാലും എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ ആളുകൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കുറേ കമൻറ്റ്സ് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം വെച്ചാൽ ഇത്രയും ഞങ്ങൾ സർവൈവ് ചെയ്തിട്ട് പോലും ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സംഭവം എത്തുമ്പോഴുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ വളർന്നത് ആ മീഡിയയിലാണ്. അവര് വളർന്നതായാലും ആ മീഡിയയിലാണ്. ആ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പവർഫുൾ ഇമ്പാക്റ്റിലാണ് വരുന്നത്. അവർ കുറെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നേട്ടം ഉണ്ടാകുമ്പോൾ അവിടെ ക്രിറ്റിസിസം വരും. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സാധനം നിങ്ങൾക്ക് എല്ലാവരെയും കാണിക്കുകയാണ്. എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതം ഭയങ്കര ബോറായി, മനസ്സിലായി? നമ്മൾ ഇഷ്ടപ്പെടാത്തവർ കാണും. നമ്മളെ ഇഷ്ടപ്പെടാത്തതിനും കാട്ടി നമ്മുടെ വ്യൂസ് ഇഷ്ടപ്പെടാത്തവർ കാണും, മനസ്സിലായി? അത് നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ക്രിറ്റിസിസം ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു, അപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അവർ പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല, അവർ പറയുന്നത് തെറ്റാണെന്നും പറയത്തില്ല. ഇപ്പോൾ നമുക്കൊരു നല്ലത് കിട്ടിയാൽ പോലും അവർ പറയുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയത്തില്ല, ചീത്താണെന്ന് പറയുന്നത്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്തിരിക്കണം. പിന്നെ എന്താ ഹേർട്ടാവും, അതെ, മനുഷ്യനല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനെ രീതിയിൽ ഇതിന്റെ ബാക്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കൂട്ടം കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്? കാരണം വെച്ചാൽ ഭയങ്കര സൈബർ അറ്റാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇടയിൽ വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ 10 പേർക്ക് പോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻസ് നിങ്ങൾ കാണുമല്ലോ, അത്രയാണ്. അത് പിന്നെ കൂട്ടം വേറെ കൂട്ടം മറ്റേത് ഏതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് പറയേണ്ട കാര്യമേ ഇല്ല. അത് നമ്മൾ പറയണമെങ്കിൽ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബാക്കിൽ രാഷ്ട്രീയമുണ്ടോ മറ്റതുണ്ടോ ഇതുണ്ടോ ലൈഫ് ഫുൾ ഓഫ് പോസിബിലിറ്റി. ആരുണ്ടായാലും അവരൊരു മനുഷ്യരാണ്, അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്, അവരുടെ വ്യൂ പോയിന്റ് ഉണ്ട്. സോ അതിൽ അവർ പറയട്ടെ. ബിക്കോസ് വളർന്നത് ആ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഇതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് നാളെയും ഇതിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഇതും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദിയയുടെ വിജയത്തിന് പിന്നിൽ താങ്കളാണെന്ന്. അല്ലല്ല, ദിയ തന്നെയാണ്. കാരണം ഇത്ര ഒബ്സർവേഷൻ ഒരു എടുക്കാന്നുള്ളൊരു തീരുമാനമായാലും ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ താഴെ വരുമല്ലോ ആര് ഇവനൊക്കെ ആരെന്ന്, അത്രേ ഉള്ളൂ. പറഞ്ഞിരുന്നാ മതി. നിങ്ങൾ തന്നെ വീഡിയോ ഇടുന്നവര് ഇതൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ചുമ്മാ അവര് കൺഫ്യൂസ് ആയിപ്പോ ആരാണെന്ന്. ഓക്കെ, താങ്ക് യു.